അത് ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ആരും വെയിറ്റ് കുറവായിരിക്കൂടാ. നീ എന്താ പറയുക? ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ 52 അടി നീളമാണ്. 24 അടി വീതിയിൽ കിടന്ന ഒരു കടയുടെ ഫ്രണ്ടിലത്തെ ഒരു ഷെഡിന്റെ വർക്കാണ്. ഷെഡിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിച്ചടുക്കി ഇത് വേറെ സ്ഥലത്ത് പണിയാനുള്ള പരിപാടിയായി. ഇനി ഇത് എങ്ങനെ കിടന്നെന്നുള്ള ഇതിന്റെ യഥാർത്ഥ രൂപം ഒന്ന് കണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക്. വന്ന് കണ്ടപ്പോൾ റേറ്റ് പറഞ്ഞത് വേറൊരു രീതിയിൽ, ഇത് വലിയ ഡ്രസ് വർക്കല്ല എന്നാണ് ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ നോക്കിയപ്പോഴാണ് അത് പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇത് ഹെവി വർക്കായിരുന്നു. ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞ രീതിയിലുള്ള രീതിയല്ലായിരുന്നു. പൊളിച്ച് ചെന്നപ്പോഴാണ് കണ്ടത് ഇത് ഹെവി വർക്കായിരുന്നു. ചിപ്സം ബോർഡ് സീലിംഗ്, പിന്നെ ACP, നെയിം ബോർഡ് എല്ലാം കൂടെ 2 ദിവസം 3 ദിവസം തച്ചുദ്ദേശിച്ചായിരുന്നു പണി എടുത്തത്. പിന്നെ നോക്കിയപ്പോഴത്തേന് തീരത്തിലെന്ന് മനസ്സിലായി. ഇതാണ് ഇതിൻ്റെ ഡ്രസ്സ്. 24 അടി ഷീറ്റ് വരുന്ന ഡ്രസ്സായിരുന്നു. 4ക്ക് 2 ട്യൂബ് അതിനകത്ത് ഡബിൾ അടിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വലിയ പാടായിട്ട് തോന്നിയില്ല. ഒരു 2 സൈഡും കെട്ടിയിട്ട് ഒരു സൈഡ് കെട്ടിയിറക്കിയത്. 10 അടി ഹൈറ്റേ ഉള്ളായിരുന്നു താഴിറക്കാൻ. പിന്നെ അതുപോലെ തന്നെ ബീമിൻ്റെ സൈഡ് കെട്ടിയിറക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് വലിയ പാടില്ലായിരുന്നു. പിന്നെ അത് പാട് വന്ന് നമുക്ക് ഈ ബീമായിരുന്നു 52 അടി നീളമുള്ള 350 കിലോ അടുപ്പിച്ചുണ്ട്. അതായത് പിന്നെ 4ക്ക് 2 ട്യൂബ് തന്നെ അതിനകത്ത് ഉപയോഗിച്ചു. ക്രോസിനൊക്കെ 2ക്ക് 1ൻ്റെ ട്യൂബാണ് ക്രോസൊക്കെ ഇട്ട് അടിച്ചിരിക്കുന്നത്. 4 ബോക്സായിട്ടാണ് ഇവർ ചെയ്തിരുന്നത്. അപ്പം ഇത് 350 കണക്കൂട്ടി കഴിഞ്ഞാൽ 350 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരിൽ നിന്നുള്ള പണിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരാളെ കയറ് പിടിക്കാനൊക്കെ എങ്ങനെയും ഒപ്പിച്ച് നമ്മൾ ഇതങ്ങനെ ഇറക്കിയത്. പാടായിട്ട് വന്ന് നമുക്ക് തന്നെ ബീമിറക്കാനുള്ള ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളിത് ഇറക്കാൻ ഉപയോഗിച്ച ഐഡിയ എന്ന് പറയുന്ന 4 സ്കബോൾഡിങ് എടുത്ത് അപ്പുറം ഇപ്പുറം ഒരു സൈഡ് 2 എണ്ണം വെച്ചിട്ടിട്ട് ഇതിനടിയിൽ കൂടെ ഒരു 4ക്ക് 2 ട്യൂബ് വെച്ച് വെൽഡ് ചെയ്ത് നിർത്തി. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്ത് പോസ്റ്റിൽ നിന്ന് കയറിവിട്ടതിന് ശേഷം ഇവനെ കയറ് കെട്ടി സ്കബോൾഡിങ് തന്നെ തൂക്കി ഇറക്കലായിരുന്നു പണി. പിന്നെ ഇതിനകത്ത് ട്രെയിനൊക്കെ വിളിക്കാന്ന് വെച്ചാൽ മണിക്കൂറിന് 1000-ഉം 4000-ഉം ഒക്കെയാണ് ക്രൈം. നമ്മൾ എടുത്ത റേറ്റ് ശരിയാവാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ കൈക്ക് തന്നെ ഇറക്കുന്നത്. ട്രെയിനൊക്കെ വിളിക്കാൻ നല്ല കാശ് കൊടുക്കണം. അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളിത് കംപ്ലീറ്റ് പൊളിച്ചടുക്കി താഴെ ഇറക്കിയായിരുന്നു.